മതിയായില്ലേ? നിനക്ക് എന്തിന്റെ അസുഖ സോളമ്മ? കാലത്ത് അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ട്. അല്ല അമ്മ, എനിക്കൊന്നും കേക്കണ്ട. മേലാൽ ആ വീട്ടിലുള്ള ഒരൊറ്റ ആളുമായിട്ട് മിണ്ടി പോവരുത്. അല്ല, ഇങ്ങേരൊരുത്തൻ ഇങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ ഇങ്ങനെ കണക്കാ, എല്ലാരും കണക്കാ. കൾച്ചറില്ലാത്ത വർഗങ്ങള്. ഞാനിന്ന് പോവാണ്. എപ്പോ? ഉടനെ തന്നെ. സോഫിയെ കണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ കാലത്ത് പോവാതെ നിന്നത്. ഡാഡി ഓഫീസിൽ പോയാ? ഇന്നലെ അങ്ങേര് ഒരുപാട് തല്ലിയല്ലേ? ചെലപ്പോ അങ്ങനെ ദേഷ്യം വന്നാല് ചെകുത്താനാ. ഈ വക്കച്ചൻ ഇങ്ങനെ എപ്പോഴും വരുന്നത്? അത് നടക്കില്ല. ഉറപ്പാണോ? ഇപ്പൊ ഉടനെ ഞാനിവിടെ നിന്നാ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. തീരെ നനച്ചിരിക്കാതെ ഓരോ ഡെവലപ്മെന്റ്സ് വരുമ്പോ പതുപോലെ ഒരു രാത്രി വന്ന് കുറെ ബഹളം വെച്ചിട്ട് വെളുപ്പിനെ വന്ന പോലെ തിരിച്ചു പോകാൻ വന്നവനാ ഞാൻ. പക്ഷേ ഇപ്പൊ തിരികെ പോകുമ്പോ സോഫിയും എന്റെ ഒപ്പം ഉണ്ട്. ഹാർവെസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ വീണ്ടും വരും. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിയും. ഇതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആന്റണിയോട് പറഞ്ഞോണം. ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇല്ല, പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അവനെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പന്റെ മക്കളുടെ ഒക്കെ സംസ്കാരം മനസ്സിലായി. മേലാൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ കണ്ടുപോകും. നീ മിണ്ടണ്ട. അവനവന്റെ സ്റ്റാൻഡേർഡിലുള്ളവരുമായിട്ട് ഇടപെടാൻ പോകാവൂ. കണ്ണും കൈയും കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്റെ മോന് കുറ്റം. ആന്റി, ഞാൻ കൊച്ചെന്നോടൊന്നും പറയണ്ട. പറഞ്ഞ അനുസരിച്ചോ. ഞാൻ വിളിച്ചിട്ടാ ആ കുട്ടി ഇപ്പൊ ഇവിടെ വന്ന്. മമ്മ അങ്ങനെ ഇറക്കി വിട്ടത് മര്യാദയായില്ല. എന്നെ നീ മര്യാദ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കല്ല, എന്നാൽ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാല്. സോളമ, തർക്കിക്കാൻ വരരുത്. ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഇനി അവളുടെ ഒപ്പം കണ്ടുപോകരുത്. വേറൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഇറങ്ങുന്നു. ഉണ്ടിട്ട് പോ സോളമ. ആന്റണി കോളേജിൽ നിന്ന് വരുമ്പോ പറഞ്ഞേരെ ഞാൻ പോയെന്ന്.